എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത ഈ ഒരു ഏഷ്യർ ട്രക്കിൻ്റെ ഡീറ്റെയിൽസാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ വർക്ക് ഫുള്ള് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണ് ചെയ്തത്, എങ്ങനെയാണ് ചെയ്തതെന്നുള്ള ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ പോലത്തെ ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ വെച്ചിട്ട് ഞാൻ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിപ്പോൾ ഒരു സ്റ്റാൻഡിലാണുള്ളത്. സ്റ്റാൻഡ് മീൻസ് ഒരു എന്താ പറയുക, ഒരു ബേസ്മെൻറ്റ് പോലെ നമ്മൾ ഫോം ഷീറ്റിൻ്റെ ഒരു പീസിൽ ചെയ്തിട്ടുണ്ട്. ഇത് എവിടെയെങ്കിലും ടേബിളിലോ എവിടെയാണ് ഷെൽഫിലോ എവിടെയാണ് വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല രീതിക്ക് ടയറിൽ വെച്ചാൽ ചിലപ്പോൾ ഉരുണ്ട് പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ഉരുണ്ട് നിലത്തിൽ വീണ് കഴിഞ്ഞാൽ പ്രശ്നമായതുകൊണ്ടാണ് ഒരു ബേസ്മെൻറ്റിൽ ഇത് ഒട്ടിച്ചിട്ടൊന്നുമില്ല. ജസ്റ്റ് ഇവിടെയൊക്കെ ഒരു ക്ലിപ്പ് പോലെയൊക്കെ കൊടുത്തിട്ട് തൽക്കാലം വെച്ചാണ്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. ഞാൻ എന്തായാലും ഈ ഇതിൽ നിന്ന് എടുത്തിട്ട് ഞാൻ വീഡിയോ ബാക്കി ഡീറ്റെയിൽസ് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി കിട്ടും. അപ്പോൾ വണ്ടി ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബേസ്മെൻറ്റ് കണ്ടോ, ഇത് ഇവിടെ കുറച്ച് ക്ലിപ്പ് പോലെ കൊടുത്തിട്ട് ഈ ഒരു പൊങ്ങി നിൽക്കുന്ന ഭാഗം ചേസിൽ വന്ന് തട്ടിയിട്ട് അവിടെ ലോക്കായി കിടന്നോളൂ. അതുപോലെ തന്നെ ബേക്കിലത്തെ ടയർ ഈ ഒരു ഗ്യാപ്പിലും വന്നിട്ട് സേഫ് ആയിക്കോളും, അത് ഉരുണ്ട് പോകില്ല. അപ്പോൾ ഇത് നമുക്ക് അവിടെ മാറ്റി വെച്ചിട്ട് വണ്ടിയുടെ ഡീറ്റെയിൽസ് നോക്കാം. ഇതാണ് വണ്ടി വരുന്നത്. വണ്ടിയുടെ മോഡൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏഷ്യർ പ്രോ 2055 ടിപ്പറാണ്. അതുപോലെ തന്നെ ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ മാക്സിമം ഡീറ്റെയിൽ ഈ ഒരു വർക്കിൽ ചെയ്തിട്ടുണ്ട്. ഇത് ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. ലോറിയൊന്നും ഇതുവരെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആദ്യമായിട്ട് ചെയ്ത വർക്കായതുകൊണ്ട് തന്നെ അതിൻ്റെതായ പോരായ്മകൾ കുറച്ചെല്ലാം ഉണ്ട്. എന്തായാലും മാക്സിമം സമയമെടുത്ത് നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള നമുക്കറിയുന്ന ഒരാൾക്ക് വേണ്ടി ചെയ്ത വണ്ടി തന്നെയാണ്. നാട്ടിൽ തന്നെയുള്ള ബിൽഡേഴ്സിൻ്റെ വണ്ടിയാണ്. അതാണ് അവരെ പേര്, AT ബിൽഡേഴ്സ്. കണ്ണൂരിലുള്ള നമ്മുടെ നാട്ടിൽ തന്നെയുള്ള വണ്ടിയാണ്. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഡീറ്റെയിൽസ് തുടങ്ങാം. ഇതാണ് വണ്ടിയുടെ ഫ്രണ്ട് വരുന്നത്. ഫ്രണ്ട് മുകളിൽ തന്നെ AT ബിൽഡേഴ്സ് അവരെ പേരും നമ്പറും കാര്യങ്ങളെല്ലാം പ്രിൻ്റ് എടുത്ത് ഒട്ടിച്ച് സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഗ്ലാസ് അക്രിലിക് ഷീറ്റാണ്. മുന്നേ കാണിച്ച പോലെ എല്ലാ വീഡിയോയിലും കാണിക്കുന്ന പോലെ തന്നെ അക്രിലിക് ഷീറ്റിൻ്റെ ഗ്ലാസ്സാണ്. പിന്നെ ഇവിടെ ഒരു ലൈനിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒറിജിനൽ വണ്ടിയിലുള്ള പോലെ ഒരു വൈറ്റ് ലൈനിങ്. ഇത് ഇവിടെ ഒരു ഏഷ്യറിൻ്റെ പിന്നെ ബാഡ്ജിങ്, അത് ഞാൻ ഒരു റീലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഷോർട്സും റീലും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബാഡ്ജിങ് എല്ലാം എങ്ങനെയാണ് ചെയ്തതെന്ന്. ഈയിടെ യൂടെക് എന്നുള്ളവരെ ആ ഒരു ബാഡ്ജിങ്ങും ഇവിടെ മോഡൽ നെയിം പ്രോ 2055T എന്ന് പറഞ്ഞ ഒരു മോഡൽ നെയിമും, താഴേക്ക് വരികയാണെങ്കിൽ ഏഷ്യറിൻ്റെ ആ ഒരു വലിയൊരു ലോഗോയും അതിൻ്റെ ആ ഒരു ടെക്സ്റ്റും കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വരികയാണെങ്കിൽ നമ്മളെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്, ZB എന്നുള്ളൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്പർ പ്ലേറ്റ്, ഈ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് നമ്മൾ പ്രിൻ്റ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റ് രണ്ടും വർക്കിംഗ് ആണ്. രണ്ട് ഹെഡ്ലൈറ്റ് വർക്കിംഗ് ആണ്, അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. പിന്നെ സൈഡിലേക്ക് വരികയാണെങ്കിൽ 2 സൈഡ് മിററും കൊടുത്തിട്ടുണ്ട്. അത്രയൊക്കെയാണ് ഫ്രണ്ടിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ. നമുക്ക് സൈഡിലേക്ക് പോവാം. സൈഡിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ക്യാബിനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബൂസ്റ്റർ എന്ന് പറഞ്ഞ ഈ ഒരു മോഡലിൻ്റെ എന്തോ ആ ഒരു ടെക്സ്റ്റാണ്, ഈ ഒരു ഏഷ്യർ ട്രക്കിൽ വരുന്നൊരു ടെക്സ്റ്റാണ്. അതുപോലെ തന്നെ ഏഷ്യർന്ന് ഇവിടെ കൊടുത്തിട്ടുമുണ്ട്. ഇതും അതുപോലെ തന്നെ അക്രിലിക് ഷീറ്റാണ്. പിന്നെ സൈഡിൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഇവിടെ ഒരു ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. വീൽസ് നമുക്ക് ലെഫ്റ്റ് റൈറ്റ് മൂവ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് വീൽസിൽ. പിന്നെ നമുക്ക് ഈ ഒരു ടിപ്പറിൻ്റെ ഈ ഒരു ബോഡിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളൊരു ഇത് കൊടുത്തിട്ടുണ്ട്, ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലേക്ക് ഇവിടെ ഫ്യൂൽ ടാങ്ക്, ഇവിടെയാണ് സ്വിച്ച് വരുന്നത് ലൈറ്റിൻ്റെ. എന്തായാലും ഇവിടെ നിന്ന് ഇട്ടാൽ കാണുക സാധ്യതയില്ല, ഞാൻ എന്തായാലും ഇട്ട് നോക്കാം. ഇവിടെയാണ് സ്വിച്ച് വരുന്നത്. സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് ഓണാണ്. അത്യാവശ്യം കാണുന്നുണ്ടല്ലേ. എന്തായാലും ഞാൻ കുറച്ച് ഇരുട്ടുള്ള സ്ഥലത്ത് നിന്ന് വെച്ച് ഒന്നും കൂടി ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് ഹെഡ്ലൈറ്റ് ഇവിടെ മെയിനായിട്ടുള്ളൊരു ലൈറ്റും കൊടുത്തിട്ടുണ്ട്. DRLും കൂടി കൊടുത്തിട്ടുണ്ട്. DRL അങ്ങനെ ഈ ഒരു വെളിച്ചത്തിൽ കാണുന്നില്ല. ചുറ്റിലുള്ള DRL അദ്ദേഹം രാത്രി എന്തായാലും കാണിച്ചു തരാം. അപ്പോൾ ലൈറ്റ് എന്തായാലും ഓഫാക്കി വെക്കാം. ഇത് ഇവിടെ ഫ്യൂൽ ടാങ്കും അതുപോലെ തന്നെ ഓയിൽ ടാങ്കാണെന്ന് തോന്നുന്നു, അതും കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ റിഫ്ലക്ടറെല്ലാം കൊടുത്തിട്ടുണ്ട്, യെല്ലോ റിഫ്ലക്ടർ. ഇവിടെ നമ്പർ പ്ലേറ്റ്. പിന്നെ ആ വണ്ടിയിലുള്ള പോലെ തന്നെ ആ ഒരു മഡ് ഗാർഡിൻ്റെ ഏരിയയിൽ ഇങ്ങനെ ഒരു റെഡും വൈറ്റും ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ വീല് അധികം ഡീറ്റെയിൽ ആക്കിയിട്ടില്ല. വീല് നോർമൽ ഒരു കട്ടിങ് കൊടുത്തിട്ട് അങ്ങനെ കൊടുത്തിട്ടാണ് ഉള്ളത്. വീൽ റിമ്മും കാര്യങ്ങളും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടില്ല. പിന്നെ ബേക്കിലേക്ക് വരികയാണെങ്കിൽ ബേക്ക് മാക്സിമം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതാണ് വണ്ടിയുടെ ബേക്ക് വരുന്നത്. ഇവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ വണ്ടിയിലുള്ള പോലെ തന്നെ ഈ ഒരു സ്റ്റിക്കർ റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ റിഫ്ലക്ടർ റെഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ജില്ലിപ്പൊടി സാൻഡ് ഫീ സാൻഡ് എന്നുള്ള ഒരു ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്.
പിന്നെ ബ്രേക്ക് ലൈറ്റ് വർക്കിംഗ് അല്ല, വെറുതെ കൊടുത്തതാണ്. പിന്നെ ഇവിടെ ചേസിലൊരു ഏഷ്യർ എന്നുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, പെയിൻറ്റിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റോപ്പ് ആൻഡ് സിഗ്നൽ, അതുപോലെ തന്നെ ഇവിടെ നമ്പർ പ്ലേറ്റ്. താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മഡ് ഫ്ലാപ്പിൽ ഏഷ്യറിൻ്റെ ലോഗോവും ടെക്സ്റ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ ആക്സിൽ കാര്യങ്ങൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബേക്ക് വ്യൂ വരുന്നത്. നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ ബേക്ക് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോഴത്തെ സൈഡിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നേരത്തെ കണ്ട പോലെ തന്നെ സെയിമാണ്. ഇവിടെ നമ്പർ പ്ലേറ്റ് ഉണ്ട്, മഡ് ഗാർഡിൽ ആ ഒരു ഡിസൈന്, പിന്നെ നമ്മളെ ഈ ബാഡ്ജിങ് അതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആണ് ബാറ്ററി ബോക്സ് വരുന്നത്. ഇതിലാണ് ബാറ്ററി വരുന്നത്. 9 വോൾട്ട് ബാറ്ററി കണക്ട് ചെയ്തിട്ട് ലൈറ്റിന് കൊടുത്തിട്ടുണ്ട്. സ്വിച്ച് അപ്പറാണ്. പിന്നെ ഒരു സൈലൻസർ പോലത്തെ ഒരു സാധനം നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ഇത്രത്തോളം ഒന്ന് പൊക്കി വെക്കാം. അതുപോലെ തന്നെ ഇത് ഇങ്ങനെ ആക്കുകയും ചെയ്യാം. അടിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു സെറ്റപ്പും അതുപോലെ തന്നെ ചേസും കാര്യങ്ങളെല്ലാം കാണാം. അപ്പം മിറർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ക്ലിയർ അല്ല, എന്നാലും റിഫ്ലക്ടർ പോലെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. അത്ര ക്ലിയർ മിററൊന്നുമല്ല, എന്നാലും ബ്ലാങ്ക് ആക്കി ഇടുന്നതിന് പകരം സിൽവർ ഷീറ്റ് ഒട്ടിച്ചിട്ട് കുറച്ചൊരു മിററിൻ്റെ ഫീൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ്. പിന്നെ ഒരു സ്റ്റെപ്പിനെയും കൂടി കൊടുത്തിട്ടുണ്ട്, അത് മറന്നുപോയി. ഇത്രയാണ് നമ്മളെ വണ്ടിയുടെ ഡീറ്റെയിൽസ് വരുന്നത്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്തായാലും ഇത്രത്തോളം ഓപ്പൺ ആക്കിയിട്ട് ഇങ്ങനെയും വെക്കാം. അപ്പോൾ ഇത്രയാണ് വണ്ടിയുടെ ഡീറ്റെയിൽസ് വരുന്നത്. ഇനി ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല, കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ടൈമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ എത്രത്തോളം ശരിയാവും എന്നൊന്നും അറിയില്ലാത്തതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ പാളിപ്പോവോ എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കുക, ഉണ്ടാക്കുന്ന വീഡിയോ. എന്തായാലും ഇപ്പം ഞാൻ വിചാരിക്കുന്നു അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ഇടുക. ഈ വണ്ടി എന്തായാലും ഇന്ന് കൊടുക്കും, നാട്ടിൽ തന്നെയാണ്, എന്നാലും ഇന്ന് അവർക്ക് കൊടുക്കും. പിന്നെ ഇതിൻ്റെ ബേസ്മെൻറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും അവരാ ഒരു ലോഗോവും നമ്മളൊരു ലോഗോ അല്ല, ഒരു ബാഡ്ജിങ് പോലെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആ ഒരു ബേസ്മെൻറ്റ്. ടേബിളിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതൊന്നിങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ അങ്ങ് ഉരുണ്ട് പോകും. ചിലപ്പം ടേബിളിൻ്റെ അറ്റത്തൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ ഓഫീസിലൊക്കെ വെക്കാനാണ് സാധ്യത. ഇത് ഇങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ ഉരുണ്ട് നിലത്തേക്ക് വീണ് കഴിഞ്ഞാൽ പ്രശ്നമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതും കൂടി ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം ഇത് കറക്റ്റ് ഈ ഒരു ലോക്കിലേക്ക് വെച്ചിട്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധനം അവിടെ സേഫായിട്ട് നിന്നോളും, ഉരുണ്ടൊന്നും പോവില്ല. അത്യാവശ്യം കുറച്ച് ഇങ്ങനെ ചെരിച്ചാൽ വരെ വണ്ടി പോവില്ല. ഇങ്ങനെ ചെരിച്ചാലും നല്ലോണം ചെരിച്ചാൽ വണ്ടി പോകും, എന്നാലും ചെറുങ്ങനെ ഒന്ന് ചെരിച്ചാലൊന്നും വണ്ടി അതിൽ നിന്ന് ഇളകി പോവില്ല. അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ് പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് റീൽസൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരെന്തായാലും അതിൽ നിന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഷോർട്സ് ആയിട്ടും റീൽസ് ആയിട്ടും ഇട്ടിട്ടുണ്ട്. ഒരുപാട് കാലം മുന്നേ തുടങ്ങിയ വർക്കാണ്. എക്സാമും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് അങ്ങനെ ചെയ്ത് തീർക്കാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ടാണ് ഇത്ര ലാഗായത്. അപ്പോൾ ഈ വണ്ടി എങ്ങനെയുണ്ട് നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ഇടാൻ മറക്കല്ലേ. എനിക്ക് ഒന്ന് വീഡിയോ അവസാനിപ്പിക്കുക. പിന്നെ ഞാൻ ലൈറ്റ് വർക്കിൻ്റെ ഒരു വീഡിയോയും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ലൈറ്റ് വർക്ക് വരുന്നത്. ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ DRL കൊടുത്തിട്ടുണ്ട്. DRL അത്ര പ്രകാശമില്ല, എന്നാലും DRL കൊടുത്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇപ്പുറം ഇപ്പുറം കുറച്ചും കൂടി നല്ല രീതിക്ക് DRL തിരിയുന്നുണ്ട്. ഹെഡ്ലൈറ്റും ഇപ്പുറം DRL കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത്ര ഒരു ക്ലിയർ ആകുന്നില്ല ഇപ്പുറത്തേത്. അപ്പോൾ ഇത്രയാണ് ലൈറ്റ് വർക്ക്. ബ്രേക്ക് ലൈറ്റൊന്നും ഇല്ല, ഹെഡ്ലൈറ്റ് ഈ ഒരു ലൈറ്റ് മാത്രമേ ഒരു മോഡലിനുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പോൾ എന്തായാലും ലൈറ്റ് വർക്കും കണ്ട സ്ഥിതിക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പിന്നെ ബാക്കി അടുത്തൊരു വർക്കിൻ്റെ വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ സപ്പോർട്ട് ഉണ്ടാവുക. പിന്നെ ഈ ഒരു വണ്ടി എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും അളവിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വണ്ടി ഉണ്ടാക്കി തരണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം. ZB ഓട്ടോഗ്രാഫി തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെയും പേര്. അപ്പം അതിൽ മെസ്സേജ് അയക്കാം. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിലും അതിൽ മെസ്സേജ് അയക്കാം. അപ്പം നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. അല്ലെങ്കിൽ കമൻ്റ് ആയിട്ട് ഇട്ടാലും മതി, യൂട്യൂബിൽ കമൻ്റ് ആയിട്ട് ഇട്ടാലും എങ്ങനെയായാലും നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംശയം ഉണ്ടെങ്കിലും എനിക്ക് അറിയുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും ഈ ഒരു വർക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.